സംവരണ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ. വർഗീയ സംവരണം കൊണ്ടുവരണമെങ്കിൽ ഭരണഘടന തിരുത്തണം. കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് ഭരണഘടനയെന്നും അണ്ണാമലൈ. മോദിയുടെ തുടർ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അണ്ണാമലൈ ജനം ബിഗ് ഇന്റർവ്യൂവിൽ വ്യക്തമാക്കി. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, സംവരണ വിഷയത്തിലടക്കം കോൺഗ്രസിന്റെ നിലപാടുകളെ ശക്തമായി വിമർശിക്കുകയാണ് ബി.ജെ.പി. തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ. ഒപ്പം അദ്ദേഹം മോദി ഭരണത്തിന്റെ തുടർച്ചയും സദ്ഭരണത്തെക്കുറിച്ചും ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയുണ്ടായി. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ പ്രധാനമായി വിശദമാക്കുന്നത്? തീർച്ചയായും സുരേഷ്, ഈ അഭിമുഖത്തിൽ അണ്ണാമലൈ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചത് ഈ സംവരണ വിഷയത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. കോൺഗ്രസ് നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസ് ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഉൾപ്പെടെയുള്ള ചില നീക്കങ്ങൾ നൽകി മതാധിഷ്ഠിത സംവരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി ആരോപിക്കുന്നത്. ഇത് കേവലം ഒരു ആരോപണം മാത്രമല്ല, അദ്ദേഹം കൂടി പ്രതിനിധാനം ചെയ്യുന്ന തമിഴ്നാടിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തു. അതായത് മുഴുവൻ മുസ്ലിമുകൾക്കും, മുസ്ലിമിലെ എല്ലാ വിഭാഗങ്ങൾക്കും OBC സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കുകയും ആ നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയതിൻ്റെ ആ ഒരു സാഹചര്യം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, അതായത് ഈ മതാധിഷ്ഠിതമായ ഒരു സംവരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നത് തീർത്തും ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായി തങ്ങൾ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് ബാങ്കായി ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കായി നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിനെ കൃത്യമായ ചില ആനുകൂല്യങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ അത് നടപ്പാക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചാണ് അദ്ദേഹം അതിൻ്റെ ആ ആകുലതകളാണ് അദ്ദേഹം പങ്കുവച്ചത് ഇന്ന് ജനം TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് മതാധിഷ്ഠിതമായ ഒരു സംവരണം, ഒരു സെക്യുലർ രാജ്യത്ത്, ഒരു സെക്യുലർ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതാധിഷ്ഠിതമായ സംവരണം നടപ്പാക്കണമെങ്കിൽ ഭരണഘടനയെ തന്നെ മാറ്റി എഴുതേണ്ടതുണ്ട്. ഈ മതത്തിൻ്റെ പേരിൽ, ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ മതാധിഷ്ഠിതമായ ഒരു ഭരണഘടനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ തുടക്കമായി തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി ഈ നീക്കത്തെ പറഞ്ഞു വെക്കുന്നത് എന്ന് തന്നെയാണ് അതീവ ഗൗരവമേറിയ ഒരു വിഷയം. ഒപ്പം തന്നെ ഈ മോദി ഭരണത്തിന്റെ തുടർച്ച എന്തുകൊണ്ട് ജനങ്ങൾ ആ ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ഒപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് ലഭ്യമാകുന്ന ഒരു സ്വീകാര്യത തമിഴ് ജനതയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ഏത് തരത്തിലാണ് അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഒരു ബദൽ രാഷ്ട്രീയമായി ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് വരുമ്പോൾ അതിനെ വിലയിരുത്തുന്നതാണ്? തീർച്ചയായും അക്കാര്യത്തിലാണ് വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജിക് നിരീക്ഷണം അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, അദ്ദേഹം ഒരു മുൻ IPS ഉദ്യോഗസ്ഥനാണ്. വളരെ കാര്യക്ഷമമായി വിഷയങ്ങളെ, സാമൂഹ്യ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രമസമാധാന സംവിധാനങ്ങളിലൊക്കെ ഇടപെട്ട ആ വലിയൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരം ചില കൃത്യമായ നിഗമനങ്ങളിലേക്ക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൃത്യതയും വരുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, വളരെ കൃത്യമായി പറയുന്നത്, ഈ അഭിമുഖത്തിൽ തന്നെ പറയുന്നു, AIADMKയും അതുപോലെ തന്നെ DMKയും ദ്രാവിഡ പാർട്ടികളെ നിരത്തിവെച്ച്, അവരുടെ ആശയങ്ങളെ നിരത്തിവെച്ച് ഒരു 10ഓളം അവരുടെ ആശയ സംഹിതകളെ താരതമ്യപ്പെടുത്തിയാൽ അതിൽ വ്യത്യസ്തമായതൊന്നും കാണാനില്ല. കൃത്യമായി രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ദേശീയ രാഷ്ട്രീയ സ്വഭാവമുള്ള, അല്ലെങ്കിൽ തമിഴ്നാടിനെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി, നമുക്കറിയാവുന്നതാണ് ഏറ്റവും പുരാതനമായ ഭാഷയാണ് തമിഴ്നാട്ടിൻ്റേത് തമിഴ് ഭാഷ. ആ തമിഴ് ഭാഷയുടെ പുരാതന സ്വഭാവത്തെ ദേശീയതയോട് ചേർത്ത് വയ്ക്കുന്ന ആശയ സംഹിതകളാണ് ഇനി വേണ്ടത് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത്. ആ ആശയ സംഹിതകളോട് തമിഴ്നാട്ടിലെ ജനങ്ങൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനോടൊരു വിധേയത്വം കാണിക്കുന്നു, താല്പര്യം കാണിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ ശക്തമായ ഒരു സാന്നിധ്യമായി BJPക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വൻ ജനാവലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്കുമൊക്കെ എത്തുന്നത്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലാകട്ടെ അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായ അല്ലെങ്കിൽ വലിയൊരു ജനകീയ മുന്നേറ്റം കാണാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ്റെ പാഠവത്തോടെ പറയുന്നുണ്ട്. മാത്രമല്ല, പിന്നീടൊരു വികസന പശ്ചാത്തലം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, കച്ചിദ്വീപ് പോലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒരു വികസന പശ്ചാത്തലം, തമിഴ്നാടിൻ്റെ പശ്ചാത്തലം, അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം, അതുപോലെ മീൻപിടുത്ത തൊഴിലാളികളുടെ വിഷയം, അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ ഒരു ദേശീയ ഇടപെടൽ സാധ്യമാകുന്ന
അതിൻ്റെ സാധ്യതകൾ, ദേശീയ ഇടപെടലിൻ്റെ വലിയ സാധ്യതകളാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ രാഷ്ട്രീയം, അതായത് ഞങ്ങൾ ദ്രാവിഡരാണ്, ദ്രാവിഡർക്ക് ദ്രാവിഡരുടേതായ രീതിയുണ്ട് എന്ന ഒരു നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയവുമായി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിൽ നിന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ കൂടി പുരോഗമനപരമായി ചിന്തിക്കുന്നു. നമ്മൾ ഭാരതീയർ എന്നൊരു വലിയ ആശയത്തിലേക്ക് തമിഴ്നാട്ടിലെ ജനത എത്തുന്നു. ആ എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ മാറ്റങ്ങൾ തമിഴിൽ കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. അത് തീർച്ചയായും ഒരു ദ്രാവിഡ അല്ലെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് ആയ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഒരു സങ്കുചിത രാഷ്ട്രീയം, അല്ലെങ്കിൽ പ്രാദേശിക വംശീയ രാഷ്ട്രീയം എന്ന പരിമിതികൾക്കപ്പുറത്തേക്ക് ഒരു ദേശീയ ബോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ സാധ്യമാകുന്ന പല ഘടകങ്ങളുമുണ്ട്. അതിലൊരു പ്രധാന ഘടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഇടപെടൽ തന്നെയാണ്. മാത്രമല്ല വികസന കാര്യങ്ങളിലുള്ള ദേശീയ കാഴ്ചപ്പാടും തന്നെയാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, തമിഴ്നാട്ടിലെ ശക്തമായ പാർട്ടികൾക്ക് ബദലായി ഒരു പാർട്ടി വളർന്നു വരുമ്പോൾ ആ പാർട്ടിക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളത്, രാഷ്ട്രീയ ആശയധാരയ്ക്ക് കൂടുതലായി എന്താണ് പറയാനുള്ളതെന്ന് കൃത്യമായി തമിഴരോട് സംസാരിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് അണ്ണാമലയുടെ ഒരു നേട്ടം. അതുതന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നതും. ദേശീയതയിലേക്കുള്ളൊരു ചുവടുമാറ്റത്തിലേക്ക് വളരെ കൃത്യമായ സൂചനകൾ നൽകുകയാണ് തമിഴ് സമൂഹമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ്. സംവരണ വിഷയത്തിലടക്കമാണ് കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ നടത്തിയത്. വർഗീയ സംവരണം കൊണ്ടുവരണമെങ്കിൽ ഭരണഘടന തിരുത്തണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് ഭരണഘടനയെന്നും അണ്ണാമലൈ വിശദീകരിച്ചു. മോദിയുടെ തുടർ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അണ്ണാമലൈ ജനം ബിഗ് ഇന്റർവ്യൂവിൽ വ്യക്തമാക്കി. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.